പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് മാങ്ങ വെച്ചിട്ടുള്ള ഒരു വ്യത്യസ്തമായ അച്ചാറാണ് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നത്. മാങ്ങയുടെ വലിപ്പം കണ്ടൊന്നും പേടിക്കണ്ട, ഇതൊരു വെറൈറ്റി മാങ്ങയാണ്. ഏകദേശം ഇത് തൂക്കിയപ്പോൾ കണ്ടോ, ഒരു 900 ഗ്രാമിനൊക്കെ മുകളിൽ വരുന്നുണ്ട്. അപ്പോൾ ഇതുപോലെ ഞാൻ 3 മാങ്ങ എടുത്തിട്ടുണ്ട്. നല്ല മാങ്ങയാണ്, പുളിയൊന്നും ഇല്ലാത്ത മാങ്ങയാണ്. മാങ്ങയുടെ പേരെന്താണെന്ന് എനിക്കറിയില്ല, പേരറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. അപ്പോൾ അതിൻ്റെ തൊലിയൊക്കെ ചെത്തിയിട്ട് തൊലിക്കൊക്കെ നല്ല കട്ടിയൊക്കെ ഉണ്ട്. അധികം പുളിയൊന്നും ഇല്ലാത്ത മാങ്ങയാണ്, നല്ല ദശയുള്ള മാങ്ങയാണ്. അപ്പോൾ അതിൻ്റെ തൊലിയെല്ലാം കളഞ്ഞ് ഇതുപോലെ ഞാൻ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് സ്ക്വയറായിട്ട്. ഇനി നമുക്ക് അതിൻ്റെ മസാല റെഡിയാക്കാം. അതിന് വേണ്ടി പാൻ ചൂടായപ്പോൾ വലിയ ജീരകം, പെരുംജീരകം 2 ടേബിൾ സ്പൂൺ, ഉലുവ 1 ടേബിൾ സ്പൂൺ, ചെറിയ ജീരകം 1 ടേബിൾ സ്പൂൺ, പിന്നെ ചേർക്കേണ്ടത് കടുക് 1 ടേബിൾ സ്പൂൺ, 1 ടേബിൾ സ്പൂൺ കുരുമുളക്, പിന്നെ ഒരു 6-7 ഗ്രാമ്പുവാണ്. അതും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുത്തിട്ട് പിന്നെ അടുത്തതായിട്ട് ചേർത്ത് കൊടുക്കുന്നത് വലിയ ഏലക്കയാണ്. ഇത് നമുക്ക് മസാലകളിലൊക്കെ, മസാലക്കട എല്ലാ ചെറിയ കടയിലൊന്നും കിട്ടത്തില്ല, സൂപ്പർ മാർക്കറ്റിലൊക്കെ കിട്ടും കേട്ടോ. ഏലക്ക, വലിയ ഏലക്ക എന്ന് പറയും. അതുകൂടെ ചേർത്ത് കൊടുക്കുക, ഒരു 3-4 എണ്ണം അതുകൂടെ ചേർത്ത് കൊടുത്ത് ഇത് എല്ലാം കൂടെ ചെറുതായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചൂടാക്കിയെടുക്കാൻ. ചൂടാക്കിയതിന് ശേഷം നമുക്ക് ഇതൊന്ന് തണുക്കാൻ വേണ്ടി മാറ്റി വെക്കാം. തണുത്തതിന് ശേഷം പിന്നെ ചെയ്യേണ്ടത്, ഈ വലിയ ഏലക്കയുടെ തൊണ്ടിന് നല്ല കട്ടിയാണ്. ആ തൊണ്ട് നമുക്ക് വേണ്ട. തൊണ്ട് പൊളിച്ച് കളഞ്ഞതിന് ശേഷം അതിൻ്റെ കുരുവാണ് എടുക്കേണ്ടത്. ഇതുകൊണ്ട് ഇതുപോലെ ഇരിക്കും കുരുവ്. നല്ലൊരു ഫ്ലേവറും സ്മെല്ലും ഒക്കെയാണ് മസാല. നമുക്കിപ്പം ഈ ബിരിയാണിക്കൊക്കെ ഇടാനാണേലും ഇത് കണ്ടോ, ഇതിൻ്റെ കുരു കണ്ടോ. സാധാരണ ഏലക്കയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് കുറച്ച് കട്ടി കൂടുതലാണിത്. നല്ല ഒരു ടേസ്റ്റാണ് അതിട്ട് കഴിഞ്ഞാൽ. നമ്മുടെ ഗരം മസാലയൊക്കെ പൊടിക്കുമ്പോൾ അതിൻ്റെ കൂടെ ചേർത്താലും നല്ലതായിരിക്കും കേട്ടോ. ഇനി നമുക്ക് അതെല്ലാം കൂടി ഒന്ന് തണുത്തതിന് ശേഷം മിക്സിയിൽ പൊടിച്ചെടുക്കാം. ഇനി നമുക്ക് പാനിലേക്ക് ചെയ്യേണ്ടത് എണ്ണ ഒഴിച്ച് കൊടുക്കുക. എണ്ണ ഒഴിച്ച് കൊടുത്തതിന് ശേഷം ഇതിനകത്തേക്ക് 1 ടേബിൾ സ്പൂൺ പെരുംജീരകവും 1/2 സ്പൂൺ കായപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഒന്ന് ചൂടാക്കുക. ചെറിയ തീയിൽ വെച്ചിട്ട് വേണം ചൂടാക്കാൻ. ഞാനിവിടെ നല്ലെണ്ണയാണ് എടുത്തിരിക്കുന്നത്. നല്ലെണ്ണയോ കടുകെണ്ണയോ ഏതെണ്ണ, വെളിച്ചെണ്ണ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അതിനുശേഷം ഈ നമ്മൾ ക്ലീൻ ചെയ്ത് കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മാങ്ങ അത് ഇതിനകത്തേക്ക് ഇട്ട് കൊടുക്കുക. അപ്പോൾ ഈ മാങ്ങ ഇതിനകത്തേക്ക് ഇട്ട് ഇളക്കി കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് കുക്കായി വരണം. കുറച്ച് സമയം എടുക്കും ഇത് കുക്കായി വരുന്നതിന്. നല്ല ദശക്കട്ടിയുള്ള മാങ്ങയാണ്. അതുപോലെ തന്നെ പച്ചമാങ്ങ നമ്മൾ ഉദ്ദേശിക്കുന്ന പോലെ പെട്ടെന്ന് ഇത് കുക്കായിട്ടില്ല, ഒരു 10 മിനിറ്റ് ഒക്കെ സമയം എടുക്കുന്നുണ്ട് കേട്ടോ. ഇതുപോലെ ഒന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇത് നന്നായിട്ട് ഇതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊന്ന് കുക്ക് ചെയ്തെടുക്കണം. ഉപ്പാണ് ചേർത്ത് കൊടുക്കുന്നത്. 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. പിന്നെ ഒരു 1/2 സ്പൂൺ മഞ്ഞൾപ്പൊടി, ഉപ്പും മഞ്ഞൾപ്പൊടിയും കൂടെ ചേർത്ത് കൊടുത്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് ലോ ടു മീഡിയം ഫ്ലെയിമിൽ 10 മിനിറ്റ് സമയം ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. ഞാൻ പറഞ്ഞതിൽ ഓരോ മാങ്ങയുടെ വേവ് അനുസരിച്ച് ഈ മാങ്ങയ്ക്ക് അല്പം വേവുണ്ടായിരുന്നു. നല്ല കട്ടിയുള്ള മാങ്ങ ആയതുകൊണ്ട്. ഇനി നമുക്കിതൊന്ന് ഇതുപോലെ ഒന്ന് കുക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മുടെയൊക്കെ വീടുകളിൽ ഇപ്പം മാങ്ങയൊക്കെ ഇഷ്ടംപോലെയുള്ള സമയമാണ്. എല്ലാവർക്കും ട്രൈ ചെയ്യാൻ പറ്റിയ നല്ലൊരു വ്യത്യസ്തമായ റെസിപ്പിയാണിത്. ബിരിയാണിക്കും ചപ്പാത്തി, അതുപോലെ പൊറോട്ട, നമ്മുടെ നെയ്യൊക്കെ തൂത്ത് നമ്മൾ ചപ്പാത്തി ഉണ്ടാക്കിയല്ലേ, അതിനൊക്കെ കഴിക്കാൻ പറ്റിയ സൂപ്പർ റെസിപ്പിയാണ്. മധുരമൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ എല്ലാവർക്കും ഇഷ്ടപ്പെടും. എന്നാലും മധുരം എന്ന് പറഞ്ഞാൽ അതിനകത്ത് എരിവും ഒക്കെ ചേരുന്നതാണ്. അപ്പോൾ മധുരവും എരിവും എല്ലാം കൂടെ കൂടുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് കേട്ടോ. അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കുക. കുട്ടികൾക്കൊക്കെ ടിഫിൻ ബോക്സിലൊക്കെ കൊടുത്തു വിടാനാണേലും അടിപൊളിയായിരിക്കും. ഇപ്പം മാങ്ങ വെന്തിട്ടില്ല, ഒരു കുറച്ച് സമയം കൂടെ വെക്കുക. ആ വേകുന്ന സമയത്തിന് നമുക്ക് ശർക്കര ഒന്ന് ഉരുക്കിയെടുക്കണം. അതിനുവേണ്ടി ഒരു 5-6 ശർക്കരയാണ് ശർക്കര വെല്ലമാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അത് നമുക്കൊന്ന് ഉരുക്കിയെടുക്കണം. 1 കപ്പ് വെള്ളത്തിലൊന്ന് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കുക. വെള്ളം ഒന്ന് ഇതുപോലെ കുത്തി പൊട്ടിച്ചിടുവാണെങ്കിൽ പെട്ടെന്ന് നമുക്കൊന്ന് മെൽറ്റായി വയ്ക്കാനൊക്കെ എളുപ്പമായിരിക്കും. ഇപ്പോൾ ഇതാ
വെള്ളം നന്നായിട്ട് ശർക്കര മെൽറ്റായി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നോക്കാം, ഈ മാങ്ങ ഇങ്ങനെ ഒന്ന് പൊട്ടിച്ച് നോക്കണം. നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വരണം മാങ്ങ. കട്ടി കുറഞ്ഞ മാങ്ങയാണെങ്കിൽ പെട്ടെന്ന് നമുക്കിത് വെന്ത് കിട്ടും. ഇത് നല്ല ഉൾക്കാമ്പുള്ള മാങ്ങയാണ്, അതുകൊണ്ടാണ് കുറച്ച് സമയം എടുക്കുന്നത്. പുളി എന്നാൽ കുറവാണ് താനും മാങ്ങയ്ക്ക്. ഇപ്പം ഞാൻ തുറന്ന് നോക്കിയപ്പം ഏകദേശമൊക്കെ മാങ്ങ വെന്ത് വന്നിട്ടുണ്ട്. വെന്തങ്ങ് കുഴഞ്ഞു പോകണ്ട, നമുക്കിങ്ങനെ ഒന്ന് പ്രസ് ചെയ്യുമ്പോൾ ഒന്ന് നന്നായിട്ടൊന്ന് സോഫ്റ്റായിട്ട് വന്നാൽ മതിയാവേ. ഇനി 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ നമ്മൾ നേരത്തെ ചൂടാക്കി പൊടിച്ച് വെച്ചിട്ടുള്ള മസാലക്കൂട്ടുണ്ടല്ലോ, അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം ഈന്തപ്പഴമാണ്, ഒരു 10 ഈന്തപ്പഴം നന്നായിട്ട് ഇതുപോലെ കുരുവൊക്കെ കളഞ്ഞ് ക്ലീൻ ചെയ്തെടുത്താണ്, അതുകൂടി ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കണേ. ഈന്തപ്പഴം ചേർക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. മധുരവും അതിൻ്റെ കൂടെ ഈന്തപ്പഴത്തിൻ്റെ ഒരു ഫ്ലേവറും കൂടി ആകുമ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അതുകൂടെ ചേർത്ത് കൊടുത്ത് ഇതൊന്ന് സോഫ്റ്റ് ആകുന്നവരെ നമുക്കൊന്ന് കുക്ക് ചെയ്തെടുക്കണം. കുരുമുളക് ചേർത്തുകൊണ്ട് തന്നെ നമ്മൾ മുളക് പൊടി ചേർക്കുമ്പോൾ ഒരുപാട് എരിവുള്ള മുളകാണെങ്കിൽ അതനുസരിച്ച് വേണം. ഇപ്പോൾ കാശ്മീരി മുളക് പൊടിയാണ് ഞാൻ ചേർത്ത് കൊടുത്തിരിക്കുന്നത്, 1 ടേബിൾ സ്പൂൺ. ഇപ്പോൾ കുരുമുളക് ഓൾറെഡി ഉള്ളതുകൊണ്ട് എരിവുണ്ട്. അപ്പോൾ എരിവുള്ള മുളകാണെങ്കിൽ അതനുസരിച്ച് നമ്മൾ കൂട്ടുകയോ കുറയ്ക്കുകയോ ചെയ്യുക കേട്ടോ. ഇനി നമുക്ക് ശർക്കര ഒന്ന് അരിച്ച് ഇതിനകത്തേക്ക്, ഞാൻ അരിച്ചെടുത്തിട്ടുണ്ട്. അരിച്ചെടുത്ത ശർക്കര ഇതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുക. അപ്പോൾ ശർക്കര ഒഴിക്കുന്നതിന് മുമ്പ് തന്നെ മാങ്ങ നല്ല സോഫ്റ്റായിട്ടിരിക്കണം, അല്ലെങ്കിൽ ശർക്കര ഒഴിച്ച് കഴിഞ്ഞാൽ പിന്നെ മാങ്ങ വേഗത്തില്ല, അങ്ങ് കല്ലിച്ച് പോകും. അതുകൊണ്ട് എത്രമാത്രം വേവിക്കണം അത്രയും ശർക്കര ഒഴിക്കുന്നതിന് മുമ്പ് വേവിച്ചെടുക്കാൻ ശ്രദ്ധിക്കണേ. ഇനി ശർക്കര എല്ലാം കൂടെ ഒഴിച്ച് കൊടുത്തതിന് ശേഷം കുറച്ച് സമയം കൂടെ നമുക്ക് അടച്ച് വെച്ച് കുക്ക് ചെയ്യണം. നമുക്ക് ഗ്രേവി എത്രമാത്രം വേണം അതനുസരിച്ച് ശർക്കരയിൽ വെള്ളമൊഴിച്ച് നീട്ടി കൊടുക്കാം. ഒരുപാട് ഗ്രേവിയുടെ ആവശ്യമില്ല, എന്നാൽ ഒരു കുറച്ച് ഗ്രേവി ഉള്ളത് നല്ലതായിരിക്കും. നമ്മളിങ്ങനെ ഒരു 4-5 മിനിറ്റ് സമയം ചെറിയൊരു ഫ്ലെയിമിലിട്ട് കുക്ക് ചെയ്തെടുക്കുമ്പോഴത്തേനും ആ ശർക്കരയ്ക്ക് ഇതിലേക്ക് പിടിച്ചിട്ട് ഇതുണ്ടോ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമ്മളിതിങ്ങനെ എടുത്ത് കയ്യിൽ ഇങ്ങനെ ഒന്ന് പിടിക്കുമ്പോൾ ചെറുതായിട്ടൊന്ന് ഒട്ടുന്ന പരുവത്തിലാകുമ്പോൾ നമുക്ക് ഒരു നൂൽപ്പരുവ് എന്ന് പറയുമ്പോൾ ഒത്തിരി അങ്ങോട്ട് നൂൽപ്പരുവാകണ്ട, ഒരു ചെറിയ രീതിയിൽ. അപ്പോൾ നമ്മൾ കൈകൊണ്ട് ഇങ്ങനെ പിടിച്ച് നോക്കുമ്പോൾ അറിയാമല്ലോ ശർക്കരയുടെ ഒരു ഒട്ടൽ വരുന്ന സമയത്ത്. ആ സമയം ആകുമ്പോഴത്തേനും നമുക്കിത് ഗ്യാസ് ഓഫ് ചെയ്യണം. ഇപ്പം ഞാൻ ഗ്യാസ് ഓഫ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇത്രയേ ഉള്ളൂ പരിപാടി. നല്ല ആ മസാലയുടെ ഒരു ടേസ്റ്റും ആ മധുരവും ഒക്കെ ആകുമ്പോഴത്തേനും സൂപ്പർ ടേസ്റ്റാണ് കേട്ടോ. ഇപ്പം ഞാനിത് ഓഫാക്കി, ഇത്രയും മതിയാവും. ഇനി തണുക്കുമ്പോൾ ഇതൊന്നും കൂടെ ഒന്ന് കുറുകി വരും. കുറച്ചുകൂടെ ഗ്രേവി വേണം തോന്നുവാണെങ്കിൽ നമ്മൾ ശർക്കര പാനിയിൽ കുറച്ചും കൂടെ വെള്ളം നീട്ടിയെടുത്താൽ മതിയാവും. അപ്പോൾ ഇത് നമ്മുടെ അച്ചാർ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റുള്ള അച്ചാറാണ്. ഇതുപോലെ നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഇഷ്ടപ്പെടുവാണെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. ഇത് എത്ര കാലം വേണേലും കേട് കൂടാതെ ഇരുന്നോളും. അപ്പോൾ ധൈര്യമായിട്ട് ഉണ്ടാക്കാം. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു റെസിപ്പി കൂടിയാണ് കേട്ടോ ഈ മാങ്ങയുടെ ഈ രീതിയിലുള്ള അച്ചാർ. അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതിലേക്കും എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിക്കുന്നു. ബൈ ബൈ.